ഒരാൾക്ക് എത്രത്തോളം ലേസി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവോ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ കുറേ കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നിട്ടോ ഓക്കെ ഞാൻ ഭയങ്കര ലക്കിയാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത്. സോ ഞാൻ ഹസ്ബൻഡായിട്ട് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഞങ്ങൾ വൈറ്റ് ഫീൽഡാണുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന് അങ്ങനെ ഫുഡൊന്നും കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് അവർക്ക് അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം പ്രൊവൈഡ് ചെയ്യും. സോ എനിക്ക് സാറ്റർഡേ സൺഡേ മാത്രമാണ് ആൾ വീട്ടിലുണ്ടാവുള്ളൂ. സോ അന്ന് മാത്രം ഫുഡ് ടൈമിന് പ്രിപ്പയർ ചെയ്താൽ മതി. സോ എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 11-11:30ക്കാണ്. അതും അലാം വെച്ചാലാണ് ഞാൻ എണീക്കുന്നത്. ഒരു 2-2:30 ഉറങ്ങുമ്പോൾ. ഈ ബാംഗ്ലൂർ വരുമ്പോൾ മാത്രം എൻ്റെ സ്ലീപ്പിംഗ് ഷെഡ്യൂള് ഇങ്ങനെയാണ്. അതായത് എൻ്റെ ഉറക്ക ആ ഒരു ടൈം തീരെ ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനൊരു 10:30 ഞാൻ ഉറങ്ങാറുണ്ട്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് സൂര്യനൊക്കെ എന്നെ കാണണം. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാബിറ്റാണ് സൂര്യ നമസ്കാരം എന്നുള്ളത്. ആക്ച്വലി അത് മാത്രമാണ്, അതും പിന്നെ ഞാൻ ഈവനിങ് വാക്കിന് പോകും. അത് മാത്രമാണ് എനിക്ക് ഒരു മൈൻഡ് റിലാക്സ് ആവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പല്ലൊക്കെ തേച്ച് സാധാരണ ചായയൊക്കെ ഇട്ട് കുടിച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ 2-3 മുട്ട കഴിക്കും. ചുമ്മാ അതും ഈ പറയുന്ന ചായ വിത്തൗട്ട് ഷുഗറാണ് കഴിക്കാം. ഇത് മാത്രമാണ് ഞാൻ എണീറ്റിട്ട് കഴിക്കാറുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് വിശപ്പൊന്നും തോന്നാറില്ല. ഇപ്പോൾ ചീസ് വാങ്ങി വെച്ച സ്ഥിതിക്ക് ഞാൻ ഒരു 2-3 ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ഒപ്പം ചീസും കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ബർഗറായിട്ട് കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ അതുമില്ല, അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വിയും ഫോണൊക്കെ നോക്കിയിരുന്ന് എനിക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകും. ചിലപ്പോൾ എനിക്ക് ചോറ് വയ്ക്കാൻ മൂടുണ്ടാവില്ല, അപ്പോൾ ഞാൻ ചോറ് വയ്ക്കില്ല. അപ്പോൾ എന്തെങ്കിലും സാലഡോ അല്ലെങ്കിൽ ദോശയോ ചപ്പാത്തി ഞാൻ കഴിക്കാറില്ല. എന്തെങ്കിലും കഴിക്കാനുണ്ടാവും, അത് ഞാൻ കഴിക്കും. അപ്പോൾ ദോശയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയും പിന്നെ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടേക്കാണ്. സത്യത്തിൽ ഞാൻ ബാംഗ്ലൂർ വന്നപ്പിന്നെയാണ് ഈ അരി ഉഴുന്നൊക്കെ എത്രത്തോളം വേണം എന്നുള്ള ആ ഒരു റേഷ്യോ പഠിക്കുന്നത് തന്നെ ഇതാണ്. പക്ഷെ പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. പണ്ട് ദോശ ചൂടായിരുന്നു. ഈ കാണുന്നത് യോഗട്ടാണ് കേട്ടോ. യോഗട്ട് ഞാൻ കടയിൽ നിന്ന് ഗ്രീക്ക് യോഗട്ട് വാങ്ങിയിട്ട് അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാല് വാങ്ങിയിട്ട് അത് ഒഴിക്കില്ലേ, നമ്മൾ സാധാരണ തൈര് ഒഴിക്കുന്ന പോലെ അങ്ങനെ ഒഴിച്ചതാണ് ഈ കാണുന്ന യോഗട്ട്. ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലതാണ്. എക്സാക്റ്റ് മറ്റേതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അത്രയും തിക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ സാമ്പാർ, തലേദിവസത്തെ സാമ്പാറാണ്. രാത്രി ഉണ്ടാക്കി, തലേദിവസത്തെ ഒരുപാട് പഴയതല്ല, തലേദിവസത്തെ. പിന്നെ മോഹിനിയാട്ടം എന്നുള്ളൊരു മൂവി ഞാൻ കാണായിരുന്നു. അപ്പോൾ ചോറും കായക്കറി ഉണ്ടാക്കി ഞാൻ. നേന്ത്രക്കായ എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. സോ ഇപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ ചോറും ഈ കായക്കറി ഉണ്ടാക്കും. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അതാണ്. അത് കഴിക്കുമ്പോഴാണ് എനിക്കൊരു ഹോംലി ഫീൽ വരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നേന്ത്രക്കായ്ക്ക് നല്ല വിലയാണ്, എന്നാലും ഞാനിത് വാങ്ങി കഴിക്കും. അപ്പോഴാണ് എനിക്ക് ഞാനാവുന്നത്. അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന മെയിൻ കറി എന്ന് പറയുന്നത് സാമ്പാർ, പിന്നെ ക്യാരറ്റും ബീൻസും കൂടി മിക്സ് ചെയ്തിട്ട്, ചിലപ്പോൾ ബീട്രൂട്ട് ഉണ്ടാവും, ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടും. ഇതാണ് എൻ്റെ സ്ഥിരം ഫുഡ്. കാരണം ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡ് വെജിറ്റബിൾസേ കഴിക്കില്ല, ആൾ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. ആൾ പിന്നെ വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. പിന്നെ നെക്സ്റ്റ് ഞാൻ യാതൊരു മേക്കപ്പിലാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്നതാണ് ഇന്ന് ഈ കോലത്തിൽ. ഞാൻ DTDCയിൽ ഒരു കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു. എനിക്കൊരു സാരി ബിസിനസ്, സാരി മാത്രമല്ല വേറെയും കുർത്തീസൊക്കെ ഉണ്ട്. സിവാര കളക്ഷൻസ് ആണെന്നാണ്, ഇൻസ്റ്റയിലുള്ളൊരു സ്റ്റോറാണ്. അപ്പോൾ അത് പാഴ്സൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ഏതാണ്ട് ഈവനിങ് ആയി. സോ ഞാൻ കുളിച്ചു, വീണ്ടും ചായപ്പിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഏലക്ക വൺസ് നമ്മൾ പുതിയൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്കത് ഇല്ലാണ്ട് പറ്റില്ല. ഞാനപ്പോൾ ഏലക്കൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി. എനിക്കിപ്പോൾ ചായയിൽ ഏലക്ക ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ സാധാരണ ഈവനിങ് വാക്ക് പോവാറുണ്ട് കേട്ടോ, പാർക്കിൽ, ഞങ്ങളുടെ അടുത്തുള്ള പാർക്കിൽ പോവാറുണ്ട്. അതൊരു 1 hour ഞാൻ വാക്കിന് പോവാറുണ്ട്. പക്ഷേ ഇന്ന് പോയില്ല. എല്ലാ ദിവസവും പോണതാണ്, ഇന്ന് പോയില്ല. സോ അത് ആ ഒരു പാർട്ട് മിസ്സിങ് ആണ്.
വേറെ ഒന്നുമില്ല, എൻ്റെ ഡേ ഒക്കെ ഫുൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി. അതിൽ ഈ മൂടി വെച്ചിരിക്കുന്നത് ഹസ്ബൻഡിനാണ്. പിന്നെ എനിക്കുള്ള ചായ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഡേയിൽ ചായ കുടിക്കുന്നതാണ് ഏറ്റവും വലിയ എൻ്റെ മെയിൻ പാർട്ട് ഓഫ് ദ ഡേ. ചായ കുടിക്കലാണ്. ചായ കുടിക്കുക. ഈ വരാന്തയല്ലല്ലോ, ഇതിനെന്താ പറയുക, ബാൽക്കണിയിൽ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. അവിടെ ഇങ്ങനെ നോക്കി നിന്ന് ചായ കുടിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഷവർമ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചിക്കൻ മേടിച്ചു. പിന്നെ കുബൂസ് ഓൾറെഡി ഇരിക്കുന്നുണ്ടായി. അങ്ങനെ ഞങ്ങളല്ല, ഞാൻ ഒറ്റയ്ക്ക് ഷവർമയൊക്കെ ഉണ്ടാക്കി. പക്ഷേ എക്സസ് ക്വാണ്ടിറ്റി ആയിരുന്നു, അതുകൊണ്ട് അധികം ഇതായില്ല. എന്നിട്ട് ഞങ്ങൾ സിനിമയൊക്കെ ഇട്ട് തൂവാനത്തുമ്പികളൊക്കെ ഇട്ട് കണ്ട് ഇതായിരുന്നു എൻ്റെ ഒരു ദിവസം. അങ്ങനെ ഒരു 2:30 ആയപ്പോൾ ഉറങ്ങി.